പാലക്കാട് ബി.ജെ.പിയുടെ വോട്ട് മറിക്കാൻ കോൺഗ്രസ് എം.പിയുടെ ഫോൺ വിളി 40 നേതാക്കളുടെ ഫോണിലേക്ക് വിളിയെത്തി. ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അന്വേഷണം ആരംഭിച്ചു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വായന്തോട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിജിൻ, നേരത്തെ തന്നെ തൃശ്ശൂർ പാലക്കാട് ഒരു പാക്കേജാണ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അതിന് ആഡ് ചെയ്യാവുന്ന തെളിവുകളാണോ ഇപ്പോൾ പുറത്തെത്തുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ പുതിയ വിവരങ്ങൾ? അജിംഷാ, തീർച്ചയായും അത്തരത്തിലൊരു ഡീല് ചില നേതാക്കളുമായി ഒരു കോൺഗ്രസ് എം.പി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണ് നിലവിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഏകദേശം 40ഓളം വരുന്ന ബി.ജെ.പി നേതാക്കൾ, അതായത് പാലക്കാട് ചുമതലയുണ്ടായിരുന്ന പൂർണ്ണസമയം പ്രവർത്തിച്ച 40ഓളം വരുന്നവരുടെ ഫോൺ രേഖകളാണ് പരിശോധിച്ചത് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം. അതിലാണ് മിക്കവാറും ആളുകളുടെ ഒക്കെ ഫോൺ കോളിലേക്ക് കോൺഗ്രസ് എം.പിയുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും ഫോൺ കോളുകൾ നിരന്തരം എത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തൽ ഉള്ളത്. എന്തായാലും വലിയ തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് സംഭവിക്കുകയും ചെയ്തത്. ആർ എസ് എസിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ടായിരുന്നു തെരഞ്ഞെടുപ്പിലെ ഓരോ പ്രചാരണ രംഗങ്ങളും നിയന്ത്രിച്ചിരുന്നത്. വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള മുതിർന്ന RSS നേതാക്കൾ തന്നെ ഏറ്റവും അടിത്തട്ടിൽ ഒക്കെ പ്രവർത്തിച്ച് ഈ തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷ ബി.ജെ.പി വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വലിയ പൊട്ടിത്തെറിയും ഒപ്പം തന്നെ വൻ തിരിച്ചടിയും ബി.ജെ.പിക്ക് ഉണ്ടാവുകയും ചെയ്തത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അതിന് തൊട്ടു മുമ്പ് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ ഒക്കെ ഉയരുകയും ചെയ്തിരുന്നു. ഇത് മുതലെടുത്ത ബി.ജെ.പി നേതാക്കൾ പാലക്കാടെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലെയും അസ്വാരസ്യം മുതലെടുത്താണ് അവിടെ വലിയ രീതിയിൽ വോട്ട് മറിക്കാനുള്ള ഒരു നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിൽ ഒരു വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടായ കാര്യം വ്യക്തവുമാണ്. കാരണം ഏകദേശം 11,000ഓളം വരുന്ന വോട്ടുകൾ ആണ് കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ നേടിയതിലും കുറവ് ബി.ജെ.പിക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബി.ജെ.പിക്ക് ലഭിച്ച വോട്ടുകൾ ഒരു വലിയ തരത്തിൽ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര നേതൃത്വം ഇതിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഇപ്പോൾ നടക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. വിഭാഗീയമായ നിലയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിക്കുന്ന ഒരു നിലയിലേക്ക് ചില നേതാക്കൾ എത്തി എന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും അത്തരത്തിൽ ഒരു വ്യക്തതയുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന നേതൃയോഗത്തിൽ ഇക്കാര്യങ്ങളും വലിയ തരത്തിലുള്ള ചർച്ചയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 40ഓളം വരുന്ന ബി.ജെ.പി നേതാക്കളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഒരു കോൺഗ്രസ് എം.പി പേര് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ആരെന്ന് വ്യക്തമാകുന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റ് നേതാക്കളും നിരന്തരം ബി.ജെ.പി നേതാക്കളെ പൂർണ്ണസമയം കേന്ദ്രീകരിച്ച നേതാക്കളുടെ ഫോണുകളിലേക്ക് നിരന്തരം വിളിച്ചിരുന്നു എന്നുള്ള തെളിവുകളാണ് കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നടപടിയിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് നടക്കുന്ന നേതൃയോഗത്തിൽ തെരഞ്ഞെടുപ്പിലെ പരാജയം ചർച്ചയാകുമെങ്കിലും ഇന്നലെ നഗരസഭാ ചെയർപേഴ്സൺ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പരസ്യ പ്രതികരണമുണ്ട്. ഈ ദേശീയ നേതാവ് കൂടിയ ദേശീയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശിവരാജൻ്റെ ഭാഗത്ത് നിരന്തരം ഉണ്ടായ വലിയ വിമർശനങ്ങളുണ്ട്, തുറന്ന പറച്ചിലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ളൊരു പരസ്യ വിമർശനം, പരസ്യ പ്രതിഷേധം ഒക്കെ ഉയരുന്ന സാഹചര്യത്തിൽ അവർക്കെതിരായ നടപടി ഉൾപ്പെടെ ഇന്നത്തെ കമ്മിറ്റിയിൽ ആലോചിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഏകദേശം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ഈ സ്ഥാനം തെറിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഒന്ന്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ബി.ജെ.പിക്ക് നിയമസഭയിൽ ഒ രാജഗോപാലിന് ശേഷം ഒരു അംഗത്തെ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നതാണ് പാലക്കാട്. അത് ഉണ്ടാവുകയില്ല എന്നത് മാത്രമല്ല വലിയ തരത്തിലുള്ള തിരിച്ചടി വോട്ടിൻ്റെ കണക്കിലും ഉണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനമായി കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ്റെ നിലവിലെ സ്ഥാനം തെറിക്കാനുള്ള സാഹചര്യം തന്നെയാണുള്ളത്. അതിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയിട്ടുണ്ട്. പലതവണ സുരേന്ദ്രന് എക്സ്റ്റൻഷൻ ലഭിച്ചിരുന്നെങ്കിലും ഇത്തവണ അത് ലഭിക്കാനുള്ള സാധ്യതയില്ല. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ആണ് തീർച്ചയായും ഈ എം.പി, അതായത് കോൺഗ്രസിൻ്റെ ഈ എം.പിയുടെ ഫോൺ വഴിയുള്ള കണ്ടനാദം അല്ലെങ്കിൽ കണ്ട ശബ്ദം ഒരുപക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഡീലുകളിലേക്ക് പോകുന്നതിൻ്റെ സൂചനകൾ കൂടിയാണ്. ഈ ഫോൺ വിളികളാണ് ഇപ്പോൾ കണ്ടെത്തിയതെങ്കിൽ അതിനപ്പുറത്തേക്ക് നേരിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ബി.ജെ.പി അത് വലിയ അന്വേഷണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു.